സാറ് വി ഡി സതീശനോ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലോ മുഖ്യമന്ത്രിയാകണമെങ്കിൽ ഈ വടക്കൻ കേരളവും അതേപോലെ തന്നെ മധ്യ കേരളവും മാത്രം കനിഞ്ഞാൽ പോരാ. തെക്കൻ കേരളവും പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് നിന്നും UDFന് കാര്യമായ ജനപ്രതിനിധികളെ കിട്ടിയേ പറ്റൂ. തിരുവനന്തപുരം എടുത്തു കഴിഞ്ഞാൽ വിൻസെൻ്റ് എന്ന് പറയുന്ന ഏക MLA മാത്രം ഒതുങ്ങി നിൽക്കുകയാണ്. വട്ടിയൂർക്കാവിൽ കെ മുരളീധരൻ വന്നാൽ ഒരു മത്സര സാധ്യതയാണ്, അപ്പോഴും അതിൽ ആ സീറ്റിൽ ഉറപ്പൊന്നുമില്ല. അപ്പോൾ തിരുവനന്തപുരത്ത് തലസ്ഥാന നഗരിയിൽ UDF പ്രത്യേകിച്ച് കോൺഗ്രസ് എത്രത്തോളം പ്രതീക്ഷകൾ വെച്ച് പുലർത്തുന്നുണ്ട്? ഈ പണ്ടേ ഒരു പറച്ചിലുണ്ട്, തലസ്ഥാനം ആര് പിടിക്കുമോ അവരായിരിക്കും സംസ്ഥാനം പിടിക്കുക. അങ്ങനെയാണ് പഴയ ചരിത്രമൊക്കെ നോക്കുമ്പോൾ അങ്ങനെയാണ് കണ്ടിട്ടുള്ളത്. ഇപ്പൊ 2021 തെരഞ്ഞെടുപ്പിലേക്ക് വന്നാൽ 14 നിയമസഭാ മണ്ഡലങ്ങളുള്ളതിൽ 13 LDFിൻ്റെ കൈവശമാണിരിക്കുന്നത്. പക്ഷേ ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഈ സ്ഥിതിയിൽ മാറ്റമുണ്ടാകും. ആ സ്ഥിതിയിൽ മാറ്റം ഉണ്ടാകുന്നതെന്ന് പറയാൻ കാരണം, ഈ കേരളത്തിൽ BJP ശക്തമായ മുന്നേറ്റം കുറിക്കുന്നുണ്ട്. അതിലെ ഒരു പ്രധാനപ്പെട്ട ജില്ലയാണ് തിരുവനന്തപുരം. അവർ പാർലമെന്റിലേക്ക് തന്നെ പോകുമെന്ന് പറഞ്ഞാൽ ആദ്യം തിരുവനന്തപുരത്ത് നിന്നാണ്, പക്ഷേ അത് തൃശ്ശൂരായി എന്നേ ഉള്ളൂ. തിരുവനന്തപുരത്ത് വിജയത്തോടടുത്ത പരാജയമാണ് ഉണ്ടായത്. വെറും ഒരു 15,000 വോട്ടിന് മാത്രമാണ്. അത് ആ തീരദേശ മേഖലയിൽ നിന്ന് പോയ വോട്ടുമാണ്. അത് തിരിച്ചു പിടിക്കാനുള്ള തന്ത്രങ്ങളൊക്കെ അവർ ആവിഷ്കരിക്കുന്നുണ്ട്. പക്ഷേ നമ്മളിപ്പം ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ വിൻസെന്റ് മാത്രം ഈ കോവളം അങ്ങോട്ട് മാറി വീശാനുള്ള ഒരു സാധ്യത ഇല്ല. വിൻസെന്റിന് ആ മണ്ഡലത്തില് ജനസ്വാധീനമുണ്ട്. അത് വിൻസെന്റ് തന്നെയാണ് മത്സരിക്കുന്നത്. അപ്പോൾ വിൻസെന്റ് തന്നെ അത് നിലനിർത്താനുള്ള സാധ്യതയുമുണ്ട്. അതുകൂടാതെ UDFന് സാധ്യതയുള്ള ചില മണ്ഡലങ്ങളിലേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് വളരെ അപൂർവമായിട്ട് മാത്രമേ എനിക്കിപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ പറയാൻ കഴിയത്തുള്ളൂ. ഇത് നിർത്തും. പിന്നെ തിരുവനന്തപുരം സെൻട്രലാണ് സാധ്യതയുള്ളത്. തിരുവനന്തപുരം സെൻട്രല് 2021 ആന്റണി രാജു, ജനാധിപത്യ കേരള കോൺഗ്രസിൽ ഒരാൾ മാത്രമേ ഉള്ളൂ. ഇത്തവണ അത് ആന്റണി രാജുവിന് കൊടുക്കത്തില്ല. ജട്ടി രാജു എന്നൊക്കെ ചിലർ വിളിക്കുന്നു. അതെ, ഇത്തവണ കൊടുക്കത്തില്ല. കാരണം അയോഗ്യത കൽപ്പിച്ച് നിൽക്കുകയാണ്. പകരം തൻ്റെ പാർട്ടിയിലുള്ള ഒരാൾക്ക് വേണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസം LDF കൺവീനറൊക്കെ സമീപിച്ചിട്ടുണ്ട്. അതെന്തായാലും അവിടെ നിൽക്കട്ടെ. പക്ഷേ VS ശിവകുമാർ ഈ മണ്ഡലത്തിന് വേണ്ടി പിടിമുറുക്കിയിരുന്നു. അതിപ്പോൾ ഒന്ന് അയഞ്ഞിട്ടുണ്ട്. ശിവകുമാറിനെ അരുവിക്കരയിലേക്ക് വിട്ടിരിക്കുകയാണ്. അരുവിക്കര പണ്ട് 2021 ശബരിനാഥ് അവിടെ പരാജയപ്പെട്ടു. സ്റ്റീഫനാണ് LDFിലെ CPMലെ വിജയിച്ചു വന്നിരിക്കുന്നത്. അപ്പോൾ ശിവകുമാറിനെ അങ്ങോട്ടേക്ക് വിട്ടിരിക്കുകയാണ്. ശിവകുമാർ ഇവിടെ നിന്നാണ് 1-2 തവണ ഈ തിരുവനന്തപുരം സെൻട്രലിൽ നിന്നാണ് വിജയിച്ചിട്ടുള്ളത്. തിരുവനന്തപുരം സെൻട്രലിൽ UDFന് കൂടുതൽ നോട്ടമെന്ന് പറയുന്നത് ഈ തീരദേശ മേഖലയെ ആണ്. അവിടുത്തുള്ള ലത്തിൻ കത്തോലിക്ക വിഭാഗത്തിന്റെ വോട്ട് മുഴുവൻ സമാഹരിക്കാൻ കഴിയും. ശിവകുമാറിന് വലിയ സ്വാധീനമുണ്ട്. പക്ഷേ ആ തുടക്കം മുതൽ തന്നെ UDFിലെ ഒരു ഘടകകക്ഷിയായ CMPക്ക് ഈ സീറ്റ് അങ്ങ് കൊടുത്തിരിക്കുകയാണ്. CP ജോണിനെ ഏതെങ്കിലും ഒരു സുരക്ഷിത മണ്ഡലത്തിൽ നിന്ന് ജയിപ്പിച്ചു കൊണ്ടുവരണമെന്നാണ് UDFിന്റെ ആവശ്യം. VD സതീശൻ അത് നേരത്തെ തന്നെ CP ജോണോട് പറയുകയും ചെയ്തു. ലീഗിനും CP ജോണിനോട് വലിയ ആഭിമുഖ്യമുണ്ട്. എങ്ങനെയെങ്കിലും വിജയിപ്പിച്ചു കൊണ്ടുവരണം. UDF അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ CP ജോൺ ഒരു മന്ത്രി കൂടിയാണ്. അപ്പോൾ CP ജോണാണ് അവിടെ മത്സരിക്കുന്നത്. അപ്പോൾ കഴക്കൂട്ടവും ഈ തിരുവനന്തപുരം സെൻട്രലിലും ഞാൻ ഉറപ്പ് പറയാം. ഇവിടെ BJP എത്ര സ്വാധീനം ചെലുത്തുമെന്ന് ചോദിച്ചാൽ, BJP ഇവിടെ 3-ാം സ്ഥാനത്തേക്കാണ് പോയിട്ടുള്ളത്. 2016 വന്നിട്ട് അവിടെ അന്ന് ശ്രീശാന്ത് മത്സരിച്ചു. പിന്നെ അത് കഴിഞ്ഞ് അന്ന് കുമ്മനം ശ്രീശാന്ത് മത്സരിച്ചു. 2021 വന്നിട്ട് നടൻ കൃഷ്ണകുമാറാണ് മത്സരിച്ചത്. വീണ്ടും ഇവർ നടൻ കൃഷ്ണകുമാറിനെ ഇവിടേക്ക് കൊണ്ടുവരാനുള്ള നീക്കമാണ് നടത്തുന്നത്. വട്ടിയൂർക്കാവാണ് ആദ്യം കൊടുക്കാൻ തീർച്ചപ്പെടുത്തിയിരുന്നത്. വട്ടിയൂർക്കാവ് ഇപ്പോൾ ഒരു A ക്ലാസ് മണ്ഡലമായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ 2 സീറ്റ് നിലനിർത്താം. പിന്നീട് ഉള്ളിടങ്ങളിലൊക്കെ UDFിന്റെ നില തിരുവനന്തപുരം ജില്ലയിൽ അത്ര ഗംഭീരമല്ല. കാരണം BJPയുടെ മുന്നേറ്റം ഇവരെ തളർത്തിയിട്ടുണ്ട്. ഇപ്പൊ തന്നെ കഴക്കൂട്ടത്ത് കടകംപള്ളിയാണ് മത്സരിക്കുന്നത്. ഉറപ്പായി കടകംപള്ളിയെ ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ കാര്യത്തിനകത്ത് സംശയത്തിന്റെ നിഴലിലൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ പോലും അവിടെ ഈ ഹൈന്ദവരെ സ്വാധീനിക്കാൻ തക്കവണ്ണമുള്ള ഒരു നീക്കം കടകംപള്ളി നടത്തിയിട്ടുണ്ട്. അത് മുൻകാലങ്ങളിലും അങ്ങനെ തന്നെയാണ്. അവിടെ BJPയുടെ മുരളീധരനാണ്
കഴക്കൂട്ട നിയമസഭാ മണ്ഡലത്തിലുള്ള വാർഡുകളാണ് ഒട്ടും മിക്കതും ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുക്കുന്നതിൽ BJPയെ സഹായിച്ച മണ്ഡലം എന്ന് പറയുന്നത്. അപ്പോൾ വി മുരളീധരനിലേക്ക് പോവുകയാണ്. അവിടെയും UDF കോൺഗ്രസ് പിന്നിലാണ്. 2021 ഡോക്ടർ SS ലാലാണ് മത്സരിച്ചത്, 3ാം സ്ഥാനത്തേക്കാണ് പോയത്. പിന്നെ അത് കഴിഞ്ഞാൽ വട്ടിയൂർക്കാവാണ്. ഈ വട്ടിയൂർക്കാവ് മണ്ഡലം എന്ന് പറയുന്നത് വളരെ സുരക്ഷിതമായിട്ട് കൊണ്ടു നടന്നതല്ലേ മുരളീധരനെ വടകരയിലേക്ക് ഓടിച്ചു. അതോടുകൂടി എന്ത് ചെയ്തു? കോൺഗ്രസിന്റെ കയ്യിലിരുന്നത് പോയി. ഇത് തന്നെയാണ് കോന്നിയിൽ ഉണ്ടായത്. പത്തനംതിട്ട ജില്ലയിലെ അടൂർ പ്രകാശിനെ ആറ്റിങ്ങൽ കൊണ്ടുവന്നു. കോൺഗ്രസ്സുകാർ തന്നെ വരുത്തി വെച്ചതാണ്. മുരളീധരൻ അത് തുടർന്നിരുന്നുവെങ്കിൽ ഇന്നും സുരക്ഷിതമായിട്ട് കൊണ്ടുപോകാമായിരുന്നു. അങ്ങനെ വന്നപ്പോഴാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ വലിയ യുവജനങ്ങളുടെ ഇടയിൽ വലിയ അംഗീകാരം നേടിയ നമ്മുടെ VK പ്രശാന്ത്, മേയർ ബ്രോ എന്ന വിശേഷണം കിട്ടിയ ഇദ്ദേഹം അങ്ങ് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ വലിയൊരു ആ മണ്ഡലം തിരിച്ചു പിടിച്ചു. അല്ല, വട്ടിയൂർക്കാവിൽ മത്സരിക്കണമെന്നാണല്ലോ കെ മുരളീധരൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. മുരളീധരന് ഈ തിരുവനന്തപുരം കോർപ്പറേഷന്റെ തെരഞ്ഞെടുപ്പിന്റെ ചുമതലയുണ്ടായിരുന്നു. ഇവിടുത്തെ പൾസ് മനസ്സിലാക്കി. ഈ 10 സീറ്റിൽ നിന്ന് തിരുവനന്തപുരം കോർപ്പറേഷനെ 20-ൽ എത്തിച്ചു. അപ്പോൾ അത് മുരളീധരന്റെ ഒരു വിജയമാണ്. ഞാൻ വിചാരിച്ചത് 10-ൽ നിന്നൊക്കെ താഴേക്ക് പോകും, സംപൂജ്യരാകുന്ന ഒരു സ്ഥിതിയിലേക്ക് വരുമെന്ന. പക്ഷെ 10-ൽ നിന്ന് 20-ൽ എത്തിച്ചു. മാന്യമായ ഒരു സംഖ്യയിൽ എത്തിച്ചില്ലേ? അതിൽ മുരളീധരന് നല്ല പങ്കുണ്ട്. മുരളീധരൻ അതിനേക്കാൾ കൂടുതൽ പങ്കുവഹിച്ചത് പഴയ മേയറാണെന്നൊക്കെയാണ് ചിലർ പറയുന്നത്. അസൂയാലുക്കൾ പറയുന്നത്. അത് വേറൊരു കാര്യം. അപ്പം ഇവിടെ വട്ടിയൂർക്കാവില് ഇത്തവണ വളരെ ടൈറ്റ് മത്സരം തന്നെയായിരിക്കും. അവിടെ BJPയുടെ ശ്രീലേഖയാണ്, CPMന്റെ VK പ്രശാന്തുമാണ്. പിന്നെ അതുപോലെ ഈ കാട്ടാക്കടയിൽ വരുന്നതും BJP പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിലാണ്. ഈ കാട്ടാക്കട നിയമസഭാ മണ്ഡലം BJP 1ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. അപ്പൊ അത് BJPക്ക് ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. പക്ഷെ അവിടെ CPMലെ IB സതീഷാണ് മത്സരിക്കുന്നത്. IB സതീഷ് 2016 മത്സരിക്കുമ്പോൾ ഏതാണ്ട് ഒരു 800-900 വോട്ടിന്റെ ഭൂരിപക്ഷം ഉള്ളായിരുന്നു. 2021 വന്നിട്ട് അദ്ദേഹത്തിന് 23,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷം നേടി. മണ്ഡലത്തിലെ ജനകീയനാണ്, കുറേയധികം കാര്യങ്ങൾ ചെയ്തു. അപ്പോൾ അവിടെ മത്സരം സതീഷും കൃഷ്ണദാസും തമ്മിൽ ആയി മാറുമെന്നുള്ളതാണ്. അവിടെയും കോൺഗ്രസ് പിന്നിലോട്ട് പോകും. പിന്നെ നിയമത്തെ കാര്യം നമുക്കറിയാവുന്നതാണ്. നിയമം എന്ന് പറയുന്നത് മത്സരം ശിവൻകുട്ടിയും രാജീവ് ചന്ദ്രശേഖറുമായിട്ട് മാറാൻ പോകുന്നു. അതുപോലെ അരുവിക്കരയിൽ ശിവകുമാർ ചെല്ലുമ്പോൾ കാര്യം ഒന്നുകൂടെ മാറും. അപ്പോൾ ഈ തിരുവനന്തപുരം സെൻട്രലും കോവളവും കഴിഞ്ഞാൽ UDFന്റെ ഒരു ചെറു സാധ്യത കാണുന്നത്. അല്ല ഏട്ടാ, നമ്മൾ ഈ ആനുകാലിക രാഷ്ട്രീയം വെച്ച് നമ്മളിങ്ങനെ വിശകലനം ചെയ്യുന്നു. പക്ഷേ ഈ അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിയിൽ സിറ്റിംഗ് MLA-മാരുടെ ജനകീയത, അവർ ഈ സാമൂഹ്യ പ്രശ്നങ്ങളിലും മറ്റു വിഷയങ്ങളിലൊക്കെ വികസന കാര്യങ്ങളിലൊക്കെ കയറി ഇടപെടുമ്പോൾ പല MLA-മാർക്കും ഈ രാഷ്ട്രീയത്തിന് അതീതമായൊരു സ്വീകാര്യത പല വിഷയത്തിലും കിട്ടാറുണ്ട്. അപ്പൊ അത് ഇതിനെ എത്രത്തോളം സ്വാധീനിക്കും? ഉണ്ട്. നമ്മൾ പറയത്തില്ല ഭരണവിരുദ്ധ വികാരം കേരളത്തിലുണ്ട്. ഭരണവിരുദ്ധ വികാരം എത്രയുണ്ടെങ്കിലും ചില ഭരണകക്ഷി MLA-മാരെ അത് ഏശാതെ വരും. അതിലൊരാളാണ് ഞാൻ ഈ പറഞ്ഞ IB സതീഷ്. ഇനി വേറൊരാളുണ്ട്, പാറശാല MLA CK ഹരീന്ദ്രൻ. കഴിഞ്ഞ ദിവസം 2-3 പേര് എന്നോട് പറഞ്ഞത് പാറശാലയിൽ വലിയ ഡെവലപ്മെന്റ്സ് ആണ് ഉണ്ടായിരിക്കുന്നത്, CK ഹരീന്ദ്രനെ ആർക്കും പരാജയപ്പെടുത്താൻ കഴിയില്ല എന്ന് പറയുന്നുണ്ട്. BJP അവിടെ 25,000-30,000-ലധികം വോട്ടൊക്കെ പിടിച്ചിട്ടുണ്ട്. പക്ഷേ ഹരീന്ദ്രന് ആ മണ്ഡലം വീണ്ടും നിലനിർത്താൻ കഴിയും. 2016-ലും 21-ലും ഉണ്ടായി. അതുകൊണ്ടാണ് ഇവർക്ക് വീണ്ടും സിറ്റിംഗ് MLA-മാരെ പരിഗണിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ചിറയിൻകീഴും ഈ പറഞ്ഞതുപോലെ BJPയും CPM-ഉം തമ്മിലുള്ള ഒരു മത്സരത്തിലേക്കാണ് പോകുന്നത്. അതുപോലെ വർക്കല B ജോയിയാണ് മത്സരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ ഇവരുടെയൊക്കെ സിറ്റിംഗ് ഇടവുമാണ്. CPM-ന് സ്വാധീനവുമുണ്ട്. എത്ര ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന് പറഞ്ഞാലും ചിലരെ ഏശത്തില്ല എന്നുള്ളതാണ്. എനിക്ക് ഈ 3 മണ്ഡലങ്ങളാണ് UDFന്റെ സാധ്യതയിൽ നിൽക്കുന്നത്. 1 കോവളം, 2 തിരുവനന്തപുരം സെൻട്രലും, 3 അരുവിക്കരയും മാത്രമാണ്. പിന്നെ നെടുമങ്ങാട് നല്ല മത്സരമുണ്ടാകും. പക്ഷെ അവിടെ BJP കുറെ വോട്ട് പിടിക്കും. 30,000-ന് മുകളിൽ 35,000-ഓളം വോട്ട് പിടിക്കും. അത് UDFന് ദോഷം ചെയ്യുകയും ഉണ്ടാകും. അപ്പോൾ വിജയം CPIയുടെ മണ്ഡലമാണ്, GR അനിലിന് ആണ്.
JR അനിൽ തന്നെയാണ് മത്സരിക്കുന്നതെന്നാണ് അറിയുന്നത്. അപ്പോൾ തിരുവനന്തപുരത്തെ സ്ഥിതി ഇങ്ങനെയായിരിക്കും. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഒരു UDF മുന്നേറ്റമാണ് കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നത് എന്ന് പല സർവേകളും പറയുന്നുണ്ട്. പക്ഷേ തിരുവനന്തപുരത്ത് അതിശക്തമായ ഒരു UDF തരംഗമൊന്നും ഉണ്ടാകത്തില്ല. BJP 1-2 സീറ്റ് പിടിച്ചെങ്കിലായി, UDF 3 സീറ്റ്, ബാക്കി LDFിലേക്ക് പോവുകയും ചെയ്യും എന്നാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് പറയാൻ കഴിയുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.